വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിടു ചുരന്നു പൂനുള്ളിക്കുമ്പാളക്കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമൃതാലകിടു ചുരന്നു മാമ്പൂ മണവും കുളിരും മാടി വിളിക്കേ കുറുമൊഴിയുടെ കവിളിണയിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ പാടിരുളും പാടലമാം കതിരു കവിഞ്ഞേ നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ പാടിരുളും പാടലമാം കതിരു കവിഞ്ഞേ കാലിക്കുടമണികളിലെ കേളി പതിഞ്ഞ് അറിയാതൊരു പനിനീരിൽ മഞ്ഞു പൊഴിഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. താങ്ക് യു. ചെന്നിരുന്നാൽ തന്നെയും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ദുരിതരാശികള് എന്നും സംവൃതങ്ങളായി തീരണേ എന്ന് സ വാസുദേവായ സ രാമചന്ദ്രായ റൺ. അപ്പോൾ കേരളത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് ഇന്ന് ബാംഗ്ലൂരിൽ വന്ന് ജോലി ചെയ്ത് നല്ല രീതിയിലൂടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും ചാക്യാരുടെ നല്ല നമസ്കാരം. റൺ. ഒരു നല്ല കയ്യടി തരുമോ? കേമായിരിക്കണം കേട്ടോ. അപ്പോൾ ചാക്യാർ കൂത്തിനെ കുറിച്ച് രണ്ട് വാക്ക്. ക്ഷേത്രകലയാണ്, പുരാണ കഥകളാണ് സാധാരണ അവതരിപ്പിക്കാറ്. പക്ഷെ ഇവിടെ സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ചെറിയ ഒരു കൂത്തിലേക്കാണ് ചാക്യാർ കടക്കുന്നത്. അപ്പോൾ ചാക്യാർ കൂത്തിൻ്റെ ഒരു പ്രത്യേകത, മുന്നിലിരിക്കുന്ന പ്രേക്ഷകരെ
കഥാപാത്രങ്ങളായി കണ്ട് കളിയാക്കുന്ന ഒരു കലാരൂപമാണ് ചാക്യാർ കൂത്ത്. കൂത്തിനിടക്ക് ചാക്യാർ കളിയാക്കിയെന്നിരിക്കും. ആ സമയത്ത് എവിടേക്കാ പോണേ? അപ്പോ ആ സമയത്ത് ചാക്യാരുടെ പള്ളക്കിട്ട് കുത്തരുത്. ഭാര്യ ഒരു കൊച്ചുള്ളാണ്. ആദ്യം അങ്ങോട്ട് പറയാം, റണ്ടൻ ഡണ്ടൻ വരിക വരിക വന്നോളൂ. ഒരു സീറ്റ് അങ്ങോട്ട് കൊടുത്തോളൂ. ഇലക്ഷൻ അടുത്ത് വരികയല്ലേ, സീറ്റ് അന്വേഷിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. ഇരുന്നോളൂ, എവിടെയെങ്കിലും ഇരുന്നോളൂ. ആയി കേമായിരിക്കണോ. അപ്പോ ചാക്യാര് കൂത്തിന് മുമ്പ് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞ ഒരു മനോഹരമായ ഒരു സമ്മാനം ചാക്യാര് തരുന്നതാണ്. റെഡിയാണോ? എവിടെ ഒരു നല്ല കയ്യടി കൂടി തരിക. കേമായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യടിക്കാൻ പറയുമ്പോൾ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. നന്നായിട്ട് കയ്യടിച്ച ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയണത്. ഇത് ചാക്യാര് പറഞ്ഞതല്ല കേട്ടോ, ഇത് ഗൂഗിളിൽ ആൻറ്റി പറഞ്ഞതാണ്. കൈയടിക്കുമ്പോൾ അതൊരു എക്സസൈസ് ആയിട്ട് മാറും. അങ്ങനെ നമ്മുടെ ബ്ലഡൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് മുഖത്ത് വന്ന് നല്ല ഗ്ലാമർ വയ്ക്കുമെന്നാണ് പറയണത്. ആരാ ഇരിക്കണത്? മുഖത്തിടുന്ന പൗഡറൊക്കെ ആണല്ലോ തലയിൽ ഇട്ടേക്കണത്. ഏഹമായി. അപ്പോൾ അങ്ങനെ ചാക്യാരിങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് വീട്ടിൽ പോയിരുന്നിട്ട് ഇത്തിരി ഗ്ലാമർ വരട്ടെ എന്നും പറഞ്ഞ് വെറുതെ ഇരുന്ന് കൈയടിക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള വേദികളിൽ നിങ്ങൾ തരുന്ന കയ്യടി ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് ഒരു ഊർജ്ജമാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല കയ്യടി തരിക. അപ്പോൾ ചാക്യാർ ഒരു കുസൃതി ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇതാണ്: മരണം വരെ സുന്ദരിയായിരിക്കുവാൻ എന്ത് ചെയ്യണം? മരണം വരെ സുന്ദരിയായിരിക്കുവാൻ എന്ത് ചെയ്യണം? ഏതാ ആരാ പറഞ്ഞത്? മേക്കപ്പ് ഇടണം. നല്ല കയ്യടി കൊടുക്കാം. കേമായിരിക്കണം. മേക്കപ്പ് ഇട്ടാൽ മതി. പൊട്ട തെറ്റായിട്ട് വന്നേക്കാണ്. മേക്കപ്പ് ഇട്ടാൽ മതി. ആരാ കൃത്യമായ ഉത്തരം പറയണത്? പേര് സുന്ദരി എന്ന് പറഞ്ഞാൽ മതി എന്ന് ആരാ പറഞ്ഞത്? വരിക, വന്നോളൂ വന്നോളൂ. വരിക, ഒരു നല്ല കയ്യടി കൊടുക്കുക. വരിക, ഒരു സമ്മാനം ചാക്യാര് തരണണ്ട. എരിപ്പ് അവിടെ തന്നെ സ്ഥിരമായിട്ടിരിക്കണ ആളാണോ? വരിക, വന്നോളൂ, ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ്. വരിക, നല്ലൊരു കയ്യടി കൊടുക്കുക കേട്ടോ. വരണ വരവ് കണ്ടോ? ബിഗ് ബോസിൽ അനീഷ് വന്നൂട്ടാ വന്നത്. വന്നോളൂ വന്നോളൂ വന്നോളൂ. ആയിരിക്കണോ എന്നുള്ളതാണ്. എന്താ പേര്? പ്രവീഷ്. അപ്പോൾ പ്രവീഷിന് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ പോവാണ്. ഒരാളെ കൂടി ചാക്യാരെ വിളിക്കാൻ പോവാണ്. ഒരാളെ കൂടി ചാക്യാർക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ചാക്യാർ ഒരു മത്സരം, ഒരു ചോദ്യം കൂടി ചോദിക്കും. കണക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 2090 കൂടെ ചേർത്താൽ എത്ര കിട്ടും? പെട്ടെന്ന് പറയുന്ന ആൾക്കൊരു സമ്മാനം ചാക്യാര് കൊടുക്കുന്നതാണ്. 2090 കൂടെ 10 ചേർത്താൽ 2100. വരിക, ഇടയ്ക്ക് ഇവിടെ നിന്ന് പറയണ്ട കേട്ടോ. എല്ലാ സമ്മാനവും ഒറ്റയ്ക്കും ഉണ്ടാവാനുള്ള പരിപാടിയാണ്. കടന്നു വരിക കടന്നു വരിക. രണ്ടാം വരിക വരിക, വന്നോളൂ, എവിടെയെങ്കിലും ഒരു ഇരുന്നോളൂ. രണ്ടണ്ട വരിക. അപ്പൊ 2 പേര് ഇവിടെ വന്നിരിക്കുകയാണ്. എന്താണ് പേരെന്താണ്? ജിഷ. പ്രവീഷ്. അപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങിക്കുക. ഇവർക്ക് 2 പേർക്കും ചാക്യാർ സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ മത്സരം നടത്തുകയാണ്. സിമ്പിളായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ നമ്മുടെ മത്സരത്തിന്റെ പേര് ഓഹോ എന്നാണ്. എന്താണ് മത്സരത്തിന്റെ പേര്? ഓഹോ. ഉറക്കെ പറയൂ. ഓഹോ. എനർജി ഉണ്ട്. പെട്ടെന്ന് പറയും. മത്സരത്തിന്റെ പേര് ഓഹോ. ഓഹോ, കോഹോയല്ല, ഓഹോ എന്ന് പെട്ടെന്ന് പറയാ. അതായത് 1 മുതൽ 1000 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് 4 വരണുണ്ട്. 1 പറഞ്ഞാൽ 2 പറയണം, 2 പറഞ്ഞാൽ 3 പറയണം, 3 പറഞ്ഞാൽ അവിടെ നമ്മൾ ഓഹോ എന്ന് പറയണം. 4 എവിടെയൊക്കെ വരണോ അവിടെയൊക്കെ നമ്മൾ ഓഹോ എന്ന് പറയാം. കൂട്ടിപ്പിടിച്ചൊക്കെ 4 ഒത്തിരി വരണുണ്ട്. അപ്പോൾ ഒരു സാമ്പിൾ പോവാണ്. റെഡി? 2 3 ഓഹോ. ഇതാണ് മത്സരം. തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ വലിയ സമ്മാനോടെ കാത്തിരിക്കണത്, അത് നഷ്ടപ്പെടും. റെഡി? 12 13 ഓഹോ 22 23 ഓഹോ. കേമായി. അപ്പൊ ഇനി ഇങ്ങോട്ട് കിടക്കുന്നു. 33 ഓഹോ 39 ഓഹോ 40 41 പോയില്ലേ? പെട്ടെന്ന് പറയൂ. 41 ഓഹോ 42 ഓഹോ 43 ഓഹോ 49 50. ഇപ്പോൾ കാണാണ്ട് പഠിച്ചിട്ട് വന്നേക്കണത്. കേമായിരിക്കണത്. ബാംഗ്ലൂർ ഉള്ളവരോട് വലിയ കളി വേണ്ടെന്നാ പറയണതേ. അപ്പോൾ മത്സരം ഒന്ന് മാറ്റി പിടിക്കാം. പെട്ടെന്ന് ചാക്യാര് പറയണോട്ടൊന്ന് പറയണം. ചമ്പക്കര തങ്കപ്പൻ. ഇത് 2 ചേർത്ത് പെട്ടെന്ന് പറയണം. ചമ്പക്കര തങ്കപ്പൻ. ഇത് 2 ചേർത്ത് പെട്ടെന്ന് പറയണം. ചമ്പക്കര തങ്കപ്പൻ. വിചാരിച്ച പോലെ അല്ല, വെറുതെ അല്ല ബിഗ് ബോസിൽ അനീഷ് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് പറയും. ചമ്പക്കര തങ്കപ്പൻ. വലിയ കുഴപ്പമില്ല. നല്ലൊരു കയ്യടി കൊടുക്കാം. പെട്ടെന്ന് പറയൂ. തങ്കപ്പൻ ചമ്പക്കര. ഈ ട്രോഫിയുടെ ഉടമസ്ഥരുണ്ടാ? കാരണം കൈവിട്ട കുട്ടിയും പാർട്ടി വിട്ട ചില നേതാക്കന്മാരും ഒരുപോലെയാണ്. അപ്പോ പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? ചമ്പക്കര തങ്കപ്പൻ.
തങ്കപ്പൻ ചമ്പക്കര. നല്ലൊരു കയ്യടി കൊടുക്കുക. കേമായിട്ട് പറയണ്ട, എളുപ്പമുള്ളത് തരാൻ പോണ്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ രാമ. കേമായിരിക്കണത്. ഇതെവിടേക്കാ പോണ? ശങ്ക ഉണ്ടാവുമല്ലേ? മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു പോക്കങ്ങോട്ട് പോവുക ആയി. അപ്പോ പെട്ടെന്ന് പറയണം. പത്തനാപുരത്ത് 10 പച്ചത്തത്തിൽ ഒത്ത് ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തു പൊങ്ങിയിരുന്നു. ഒന്നുകൂടി. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഉത്തരത്തിൽ ചത്തു പൊങ്ങിയിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ടാ വന്നിരിക്കണത്. വലിയ കളി വേണ്ടെന്നാ പറയണത്. അപ്പോൾ മത്സരം ഒന്നുകൂടി ചാക്യാർ മാറ്റിപ്പിടിക്കുകയാണ്. അടുത്തതായിട്ട് ചാക്യാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഉത്തരത്തിൽ മായ നക്ഷരം വരാൻ പാടില്ല. മായ നക്ഷരം ഇല്ലാണ്ട് ഉത്തരം പറയണം. ആദ്യത്തെ ചോദ്യം ഇവിടെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്ന് പറയാം. പിണറായി വിജയൻ. പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പേരിൽ മായില്ല, അതുകൊണ്ട് പറയാൻ എളുപ്പമാണ്. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരവും സിമ്പിളാണ്, പക്ഷെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടും. വീട്ടിൽ ആരൊക്കെയുണ്ട്? മായ എന്ന അക്ഷരം വരാണ്ട് ഉത്തരം പറയണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ. ആലോചിച്ച് നോക്കണം. അച്ഛനുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ പോന്നപ്പോൾ ആരൊക്കെ ഉണ്ട്? പെട്ടെന്ന് പറയും. അച്ഛനുണ്ട്. പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചിയുണ്ട്. ചേട്ടനുണ്ട്. ഭാര്യയുണ്ട്. കുട്ടിയുണ്ട്. പറഞ്ഞു പോണ്ട്. വേറെ ആരും ഇല്ല എന്നുള്ള രീതിയിലാ പോണത്. മെയിൻ ആളവിടെ നിൽക്കുകയാണ്. പറഞ്ഞോളൂ. അവിടെ പറഞ്ഞു കൊടുക്കണം. അച്ഛന്റെ ഭാര്യ ഉണ്ടെന്ന്. കൈയടി കൊടുക്കാം. അച്ഛന്റെ ഭാര്യയുണ്ട്. വരാതെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ സാധാരണ കുട്ടികള് ഇങ്ങനെയൊക്കെയാണ് പറയണത്. അച്ഛനുണ്ട്, അച്ഛന്റെ ഭാര്യയുണ്ട്. ചില കുട്ടികൾ പറയും അച്ഛനുണ്ട്, അച്ഛൻ കെട്ടിക്കൊണ്ടുവന്ന ചേച്ചിയുണ്ട്. കഴിഞ്ഞ ദിവസം കൂത്തിനിടക്ക് ഒരുത്തനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ്റെ പെണ്ണുമ്പിള്ളയുണ്ട്, ഒരു ചേട്ടനുണ്ടെന്ന്. അതിലും വലുതാണ് ചാക്യാര് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചെന്നപ്പോ ഒരു വിദ്വാനെ വിളിച്ചു. ചാക്യാര് ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട്? മായ എന്ന ഉത്തരം പറയണം. ഉടനെ അവൻ പറഞ്ഞത് തന്തയുണ്ട്, തള്ളയുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ഇതിനുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടുപേർക്കും ചാക്യാര് ഒരു വലിയ സമ്മാനം കൊടുക്കുകയാണ്. സമ്മാനം എന്ന് പറഞ്ഞാൽ ആലുക്കാസ് ജ്വല്ലറി നൽകുന്ന മനോഹരമായ സമ്മാനം ഒന്നുമല്ല, അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് മേടിച്ചൊരു മാജിക് പേനയാണ്. ഇതിന്റെ പ്രത്യേകത തെളിവ്. പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏത് അക്ഷരവും ഇതുകൊണ്ട് എഴുതാന്നുള്ളതാണ്. അപ്പോ സന്തോഷമായി. നല്ലൊരു കയ്യടി കൊടുക്കും. അപ്പോ സന്തോഷമായിട്ട് അവിടെ പോയിരിക്കുക. അപ്പോ ചാക്യാരപ്പോ കൂത്തിന് മുമ്പ് ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടാലോ? വളരെ മനോഹരമായിട്ട് ഒരു അടിപൊളി പാട്ടുമായിട്ട് നമ്മുടെ ഗായകൻ വീണ്ടും വേദിയിൽ എത്തുകയാണ്. അതിനുശേഷം ചാക്യാര് വീണ്ടും ചെറിയൊരു കൂത്തായിട്ട് വരുന്നതാണ്. ഡാൻസ് കളിക്കോ? ആരും കളിക്കില്ല. ആ കുട്ടികളെ സ്റ്റേജിക്ക് വിട്ടോ. വിടിയ കൊക്കരക്കോ ഇരുന്ന ഇരുട്ടെല്ലാം ഇനി മേലെ കൊക്കരക്കോ. കൊക്കരക്കോ സേവ കൊക്കരക്കോ സേവക്കൂവക്കുള്ള പെട്ടക്കോഴി കൊക്കരക്കോ. സംഗ് സക്കരം പോലെ മനസ്സ് സുത്തിര വേള സുരാംഗനിക്കാ മാല് കണ്ണവാ. അതോ പാർവാനം തുണിത്ത് വയ്ക്കത് മേഘം ಬೆಳಗಿ ಹೋಗದು ಸೋಗಮ್ಮನೆ ಬಾ. ಕೊಕ್ಕರಕೋ ಬಿಟ್ಟಿಯ ಕೊಕ್ಕರಕೋ ഇരുന്ന ഇരുട്ടെല്ലാം ഇനി മേലെ കൊക്കരക്കോ. കുട്ടികൾ സ്റ്റേജിൽ കയറോ? ഡാൻസ് കളിക്കാൻ വരുമോ? നല്ലൊരു കയ്യടി വരുമോ? വായോ. അലേ 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 ഏലേ അലേ അലേലാ ഏലേ അലേലേ അലേ അലേ ഏലേ അലേ അലേലാ. வெள்ளிமணி கொலுசுக்குள்ள துள்ளுகிற மனசுக்குள்ள சந்தோஷம் நிலச்சிருக்க சாமி கிட்ட கேட்டிருக்க. எல்லோரும் அருகிருக்க பொல்லாப்பு விலகிருக்க
அன்பான உங்ககிட்ட ஆண்டவனை காத்திருக்க எல்லாம் இருந்தா எதவோ நடக்கும் தன்னாலே என்ன துணிஞ்சா உலகம் உனக்கு பின்னாலே குத்து விளக்கா சிரிச்சா சிரிச்சா தப்பேது கொள்ளையடிச்சா மனசா எப்போது நம்ம பக்கம் காத்து வீசுறது பார்த்து நல்லவங்களை சேர்த்து நீ போட்டு தினம் கூத்து ஏய் கொக்கரக்கோ விடிய கொக்கரக்கோ இருந்த இருட்டெல்லாம் இனிமேலே கொக்கரக்கோ கந்தனுக்கு வள்ளிய போல கண்ணனுக்கு ராதைய போல அசத்துள்ள உயிருக்கெல்லாம் துணை இருக்க பூமியில கண்ணுக்குள்ள கனவு இருக்க நெஞ்சுக்குள்ள நினைப்பு இருக்க யாருக்குள்ள யாரு இருக்கா தெரிஞ்சவங்க யாரும் இல்ல இருக்க கட்டி பறக்கும் வெள்ளாடு வெக்கப்பட்ட மணக்கும் நெஞ்சோடு சிட்டுக்குருவி சிரிக்கும் கண்ணோடு கொத்தும் மருவி குதிக்கும் என்னோடு சித்தான் எனக்கு இப்ப புள்ளத்தெல்லாம் நமக்கு கெட்டதான் ஒதுக்கு இப்ப நம்ம பக்கம் கிழக்கு கொக்கரக்கோ விட்டிய கொக்கரக்கோ இருந்த இருட்டெல்லாம் இனிமேலே கொக்கரக்கோ கொக்கரக்கோ சேவ கொக்கரக்கோ சேவக்கூவுக்குள்ள பெட்ட கோழி கொக்கரக்கோ சங்கு சக்கரம் போல மனசு சுத்துற வேளை சுரங்கனிக்க மாலு கண்ணவா அதோ பாருவானா துணித்து வைக்குது மேகம் ಬೆಳಗಿ போகுது சோகம் என்னவா கொக்கரக்கோ விட்டிய கொக்கரக்கோ இருந்த இருட்டெல்லாம் இனிமேலே கொக்கரக்கோ கொக்கரக்கோ சேவ கொக்கரக்கோ சேவக்கூவுக்குள்ள പെട്ട കോഴി കൊക്കരക്കോ താങ്ക് യു നല്ലൊരു കൈയോടെ എടുക്കട്ടെ അവർക്ക് പോവാ ഒരടിപൊളി പാട്ടും കൂടി ആയാലോ ഒരടിപൊളി പാട്ടും കൂടി ആയാലോ കളിക്കോ കമ്പ്യൂട്ടർ നല്ലൊരു കൈയടിക്കോ ഒന്ന് ഉഷാറാവോ വൈകുന്നേരം വരെ ഈ ഉഷാറായി ഉണ്ടാവണം കേട്ടോ அழகிய லைலா அவளி வள்ளது ஸ்டைலா சந்தன மயிலா இவள் மன்மத புயலா அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா அழகிய லைலா அவள் இவளது ஸ்டைலா சந்தன மயிலா இவள் மன்மத புயலா அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா
வண்ண விரித்தா கூந்தல எங்க சூரிய நிலவாயானது அங்கு என் மனம் என்று போனது எங்கே மன்மதனே போன்றது எங்க கண்ணத்தை தொட்டா சந்தன கொட்டு வெக்கத்தை தொட்டா குங்கும கொட்டு புன்னகை பட்டா மல்லிகை கொட்டு பார்த்தா பருவம் மூச்சு முட்டும் ஆளடி வாசக கம்பன கேட்டது அம்மம்மா பிக்காசோவின் ஓவியம் ஒன்று பித்தோபானின் சிம்பனி ஒன்று பெண்ணாய் மாறியதோ அந்த புறத்தின் மகாராணி ஓ அந்த புறத்தின் மகாராணி அழகிய லைலா அவள் இவளது ஸ்டைலா சந்தன மேலா இவள் மன்மத புயலா அடடா பூவின் மாநாடா ஓ அழகு கேவல் தான் தாய் நாடா രണ്ടാളും ഓടി വരുന്നത് உயிருக்கும் என்ன அடிப்பது என்ன தாகங்கள் என்னை குடிப்பது என்ன அழகினில் என்னை வளைத்தது என்ன இதயம் கொள்ளை போனதென்ன ரகசியமாய் அவள் இளமைய ரசித்த கவிதைகள் எழுதி மனசுக்குள் படித்த கனவினில் அடக்கி காலையில் கலைந்து தினம் தினம் இவளை யோசித்த ஆலய குறும்புகள் ஜாட்டுக்கு சொன்னது ஐயையோ பூக்கள் அவளை பார்த்து பார்த்து ஆட்டோகிராஃபை கேட்டு கேட்டு கைகள் நீட்டியதோ அந்த புறத்தின் மகாராணி ஓ அந்த புறத்தின் மகாராணி அழகிய லைலா அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மாநாடா ஓ அழகுக்கு இவள் தான் தாய் நாடா താങ്ക് യു ആഘോഷിക്കുന്നത് മലയാളിയെ സംബന്ധിച്ച് ഇന്ന് ലോകമെമ്പാടും ഓണം ആഘോഷിക്കേണ്ടെന്നുള്ളതാണ്. കാരണം എന്താ, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ ഇന്ന് മലയാളിയുണ്ട്. അപ്പോൾ മലയാളി ഓണം പൊന്നോണമായിട്ട് ലോകത്തെമ്പാടും ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇരുന്നോളൂ റൺ ഒരു കുന്ത്രാണ്ടോ ഇട്ട് നടപ്പുണ്ടല്ലോ. അപ്പോൾ ചാക്യാരിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ സംഭവത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? കേരളത്തിൽ ചെന്ന് കഴിഞ്ഞ് ഇപ്പോൾ സമരങ്ങളുടെ കാലമാണ്. സമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോണ പോക്ക് കണ്ടില്ലേ, ഒരു സമരത്തിൻ്റെ ആളാണല്ലോ. ഉണ്ണിമാങ്ങയുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, ആരായിരിക്കണത്? ഓറഞ്ചാണല്ലോ അടുത്തിരിക്കണത്. അപ്പോൾ ചാക്യാര് പറഞ്ഞു തന്നത് നിൽപ്പ് സമരത്തിൻ്റെ ആളാ. ഇങ്ങേര് മതിലേലാണല്ലോ നിൽക്കണതാ, കേവായിരിക്കണോ? അപ്പോൾ സമരങ്ങളെന്ന് പറഞ്ഞാൽ പലവിധമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സമരങ്ങൾ കണ്ടു. എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് കണ്ടത്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമരങ്ങൾ കേരളത്തിലുണ്ടായതാ വിദ്യാഭ്യാസ സമരം ഉണ്ടായി. വിദ്യാഭ്യാസ സമരം ഉണ്ടായിരുന്നു. സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. കേമമായി നോക്കിയിരുന്നോട്ടോ. ചില ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചിരണ്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സമരമാണ് ഇപ്പോൾ കണ്ടത്. ഓണത്തിന് വന്നേല്ലേ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ സമരങ്ങൾ പലവിധമുണ്ട്. ഇനി ചില ആളുകളുണ്ട്, ദേ വരണം, കണ്ടില്ലേ? ഇങ്ങേരൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു സമരം നടത്തും. എന്തിനാ സമരം നടത്തണതാ? എന്തിനാ വീട്ടിൽ ചെന്ന സമരം നടത്തണതാ? മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ ഒരു സമരം ഉണ്ടെന്ന് അല്ലേ? ഈ മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അല്ലേ? ചില വിദ്വാൻമാരൊക്കെ വീട്ടിലിങ്ങനെ ഹനുമാൻ സ്വാമി മരുത്വാമലെടുത്ത് നിൽക്കണുണ്ടല്ലോ ഇവിടെ. കേമായി എടുത്തോളൂട്ടോ, നന്നായിട്ട് കിട്ടിയോ? കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ചില വിദ്യാർത്ഥി കുട്ടികൾ ഇങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനുമായിട്ടൊക്കെ സമരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് കുട്ടികൾ ഈ മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ പോകുന്ന രീതി വേറെ രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന്
കേരളത്തിലെ ക്യൂ ഉണ്ട്. ഏറ്റവും വലിയ ക്യൂ എവിടെയാണ്? നിൽപ്പുകൊണ്ടില്ലേ ക്യൂ? ഏറ്റവും വലിയ ക്യൂ എവിടെയാണെന്നറിയോ? പിടുത്തോണ്ടോ? ഒരു പിടുത്തമില്ല എന്നുള്ളതാ. പോയി നിൽക്കണ കണ്ടില്ല എന്ത് ഡീസൻ്റായിട്ടാണ് നിൽക്കണത്. കേരളത്തിൽ കാണാം ഇങ്ങനെ ഡീസൻ്റായിട്ട് നിൽക്കണ കുറച്ച് ആളുകൾ അല്ലേ? എന്ത് സത്യസന്ധതയാണ് അയ്യോ. അപ്പോൾ ഇരിക്കണ കണ്ടില്ല, ഇരുന്ന് സാധ്യതകൾ കാണുന്ന ആളുകളുണ്ട്. അതേ ഇരിക്കണു, ഈ ഗേമായിരിക്കണു. തല കണ്ടാലറിയാം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ കാണാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 5-8 പേര് ഇരിക്കുന്നുണ്ട്. തലയിൽ മുടിയേ തലയും വെച്ച് പൊന്നാനി സൈഡിലൊന്നും പോകാതിരിക്കുക. അവിടെ ഉള്ള ആൾക്കാർ നിലാവ് കണ്ടു എന്നും പറഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചാക്യാർ പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ക്യൂ എന്ന് പറയുന്നത് ഇന്ന് ബിവറേജിലാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ പഠിക്കുന്ന കാര്യങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമകളായിട്ട് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ വഴികാട്ടികളായിട്ട് നിൽക്കുന്നത് നമ്മളെ പോലുള്ള ആളുകളാണ്. അപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ദൈവവിശ്വാസത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് ചാക്യാര് പയ്യെ വിട വാങ്ങുന്നു. രാവിലെ ഫുഡൊക്കെ കഴിച്ചില്ലേ? എല്ലാവരും കഴിച്ചില്ലേ? നല്ലൊരു കൈയ്യടി. നല്ല എനർജി ആയിട്ടിരിക്കണം കേട്ടോ. നരൻ 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 വേൽമുരുകൻ വേൽമുരുകൻ ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ. സ്റ്റേജിലേക്ക് വരുമോ? തളർന്നൂല്ലേ? നല്ല കൈയടിക്കിരിക്കണവര്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടി കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യൻ ഉദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാരോ ഹരാഹോ വേലായുധാരോ ഹരാഹോ വേൽമുരുകാരോ ഹരാഹോ വേലായുധാരോ ഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടി കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവരിക്കര എത്തും തക്കിടി തകിലടി വേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടൻ കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാരോ ഹരാഹോ വേലായുധാരോ ഹരാഹോ വേൽമുരുകാരോ ഹരാഹോ വേലായുധാരോ ഹരാ. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവണ്ണൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗരമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാലും ബലമുണ്ടേ, തേരും തിറയുമുണ്ടേ. മുടിവെട്ടാൻ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൻ ലഹരിയുണ്ടേ. വെട്രിവേൽ മുരുക മുരുക
വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാഹോ വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാ. സൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടി കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. Dumta, 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 hey! മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ, അറുപട വീട് ഇത് തിരുമലമേട്. ഈ അഗ്നി കാവടിയാടാൻ തീക്കനലിൽ നാഴിയൊരുക്കണ്ടേ കൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടവട്ടം. വീരാളിക്കോലം ചുറ്റിക്കോമരമുണ്ടേ, വാളും പരിചയുണ്ടേ. മുക്കില നാക്കില നാലു വിളക്ക്, ചിലമ്പിൻ ചിലമ്പുമുണ്ടേ. രഞ്ജി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാഹോ വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാ. സൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടി കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പൊഴിയും കിടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണ്. വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാഹോ വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാഹോ വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ ഹരാഹോ വേൽമുരുകാഹരോ ഹരാഹോ വേലായുധാഹരോ